മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. PSC ശ്രീചിത്ര നിയമന തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി രാജേഷ് പിടിയിലായിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് പിടികൂടിയ പ്രതിയെ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, വലിയ തട്ടിപ്പ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ റിപ്പോർട്ടുകൾ ചെയ്തതാണ്. നമ്മൾ പുറത്തുവിട്ടത് അത്രയും വലിയൊരു തട്ടിപ്പിന്റെ വിവരമാണ്. അതും സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളുടെ പേരിൽ, PSCയുടെയും ശ്രീചിത്രയുടെയും പേരിൽ നടത്തിയ തട്ടിപ്പ്. ഇപ്പോൾ രാജേഷിനെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്? എവിടെ വെച്ചാണ് പിടികൂടിയത്? എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? രാജേഷിനും അഗസ്റ്റിനും, അതായത് 2 പേരായിരുന്നു നിലവിൽ ഇനി പിടിയിലാകാനുണ്ടായിരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായി പോലീസ് ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു. അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ ചെന്നൈയിൽ നിന്നുമാണ് ഈ രാജേഷ് പിടിയിലായിരിക്കുന്നത്. മുഖ്യ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. വാഗമൺ പോലീസാണ് ഇതിൽ ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ്. ബാക്കി 2ാം പ്രതിയും അതേപോലെ തന്നെ 4ാം പ്രതിയും പിടിയിലായിരുന്നു. ഇനി 3ാം പ്രതി അഗസ്റ്റിൻ മാത്രമാണ് പിടിയിലാകാനുള്ളത്. അത്തരത്തിൽ ഈ മുമ്പ് പിടിച്ച 2 പ്രതികളും നിലവിൽ റിമാൻഡിൽ കഴിയവെയാണ് ഇത്തരത്തിൽ 1ാം പ്രതിയെ, മുഖ്യപ്രതിയെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്നും പിടികൂടി ഇപ്പോൾ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വാഗമണ് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നും വന്നിരുന്ന ഈ ജോലി നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നും ഉയർന്നിരുന്ന പരാതികളിലും മുഖ്യ പ്രതി എന്ന് പറയുന്നത് രാജേഷാണ്. ഈ എല്ലാവരിൽ നിന്നും പൈസ കൈപ്പറ്റിയിരിക്കുന്നത് രാജേഷാണ്. ഇനി പിടിയിലാകാനുള്ള ഒരു പ്രതി എന്ന് പറയുന്നത് അഗസ്റ്റിനാണ്. ഈ അഗസ്റ്റിനാണ് PSC ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ മുഖ്യ 2 പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ബാക്കി 2 പേർ നിലവിൽ റിമാൻഡിലാണ്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ, ഇപ്പോൾ ഇയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ തട്ടിപ്പ്, അതായത് പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെ പരാതിക്കാരാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ രാജേഷിൽ നിന്ന് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചറിയാനുണ്ട്. എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അന്വേഷണ സംഘം ബാംഗ്ലൂരും ചെന്നൈയും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ഒരു അന്വേഷണം എന്ന് പറയുന്നത്. അഗസ്റ്റിനും രാജേഷും ഇരുവരും രക്ഷപ്പെട്ടത് ബാംഗ്ലൂരിലേക്കാണ് എന്ന് പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ മറ്റ് 2 പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ റിമാൻഡിൽ പോയത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം. ഈ അത്തരത്തിൽ വാഗമൺ പോലീസ് നടത്തിയ വിപുലമായ ഒരു അന്വേഷണം നമുക്കറിയാം. നമ്മൾ വാർത്ത കൊടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘം നിലവിൽ വന്ന് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അറസ്റ്റുകൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ അന്വേഷണം കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായിരുന്നു. നമ്മൾ അതിന് പിന്നാലെ ഈ മറ്റ് തട്ടിപ്പുകൾ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ മറ്റ് പരാതികളൊക്കെ ഉയർന്നിരുന്നു. ആ തട്ട് വാർത്തകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഈ രാജേഷ് എന്ന വ്യക്തിയായിരുന്നു മുഖ്യ പ്രതിയായി എല്ലാവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ബെന്നി പെരുവന്താനമാണെങ്കിലും അതുപോലെ തന്നെ ഫൈസലാണെങ്കിലും അവരും ഈ വ്യക്തി രാജേഷിന് പൈസ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ കയ്യിൽ നിന്നും പൈസ, ഇവർ കൊണ്ടുവന്ന ആളുകളുടെ നിന്നും പൈസ വാങ്ങി, അത്തരത്തിൽ എല്ലാ പൈസ ഇടപാടും എല്ലാവിധമായിട്ടുള്ള പണ ഇടപാടും നടത്തിയത് രാജേഷാണ്. അതുകൊണ്ട് തന്നെ രാജേഷിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചറിയാനുള്ള വിവരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പണം, ഇവരിൽ നിന്നെല്ലാം കൈപ്പറ്റിയ പണം എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ആരാണ് ഇത് ഉപയോഗിച്ചത് എന്നായിരിക്കും പ്രധാനമായിട്ടും അത്. അതുപോലെ തന്നെ ഈ PSCയിലെയോ ശ്രീചിത്രയിലെയോ ആരെങ്കിലും ഇത് ജോലി നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PSC ശ്രീചിത്ര നിയമന തട്ടിപ്പിൽ ഇപ്പോൾ മുഖ്യപ്രതി രാജേഷ് പിടിയിലായിരിക്കുകയാണ്. ഈ തട്ടിപ്പുകളുടെയൊക്കെ ആസൂത്രകൻ, ഇങ്ങനെ പലരിൽ നിന്നും ഒപ്പമുള്ള ആളുകളിൽ നിന്ന് വരെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള പോലീസ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിതിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. ഇയാൾക്കായി കുറച്ചധികം ദിവസങ്ങളായി പോലീസ് അന്വേഷണത്തിലായിരുന്നു. മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളായിട്ടുള്ള PSCയുടെയും ശ്രീചിത്രയുടെയും മറവിൽ ഇത്തരത്തിൽ നിയമന തട്ടിപ്പ്, ജോലിയില്ലാത്ത ആളുകളെ തേടി പണം നൽകിയാൽ ജോലി വാഗ്ദാനം നൽകാമെന്നുള്ള വാഗ്ദാനത്തിന്മേലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. മാത്രമല്ല ഔദ്യോഗിക സീൽ, ഔദ്യോഗിക ലോഗോ ഉൾപ്പെടെ PSCയുടെയും ഒപ്പം ശ്രീചിത്രയുടെയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു നടന്നത്. ഇനി ഇതിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ട്, എങ്ങനെയാണ് ഇങ്ങനൊരു തട്ടിപ്പ് PSCയെയും ശ്രീചിത്രയെയും
ആശ്രയിച്ചുകൊണ്ട് നടന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത്. എന്തായാലും ചെന്നൈയിൽ നിന്നും പിടികൂടിയിട്ടുള്ള മുഖ്യപ്രതി രാജേഷിനെ ഇപ്പോൾ വാഗമണ്ണിലേക്ക് എത്തിച്ചിട്ടുണ്ട്.